നഗരസഭയിൽ 20 കുളങ്ങളാണുള്ളത്. ഈ കുളം കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നഗരസഭയിൽ 16 കുളങ്ങൾ നമ്മൾ വീണ്ടെടുത്ത് കഴിഞ്ഞു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭ കോവിലകം പടിയിലുള്ള നവീകരിച്ച ചെറുകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം 14 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നഗരസഭ നവീകരിച്ചത്. ഒരു നാടിന്റെ സ്പന്ദനമായിരുന്നു അവിടുത്തെ ജലസ്രോതസ്സുകൾ. എന്നാൽ പുതിയ തലമുറയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ വീടകങ്ങളിൽ തന്നെ ലഭ്യമായപ്പോൾ പഴയ തലമുറ ജലസേചനത്തിനും മറ്റുമായി ആശ്രയിച്ചിരുന്ന ജലസ്രോതസ്സുകളെ അവർ കൈയൊഴിഞ്ഞു. ഉപയോഗയോഗ്യമായി കിടക്കുന്ന കുളങ്ങളെയും മറ്റും വീണ്ടെടുക്കുക എന്ന പെരിന്തൽമണ്ണ നഗരസഭ ഏറ്റെടുത്ത മഹാദൗത്യം ഇന്ന് അതിന്റെ പൂർണ്ണതയോടടുക്കുകയാണ്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയിലെ വിവിധയിടങ്ങളിലായി ആരും സംരക്ഷിക്കാതെ നാമാവശേഷമായി കിടന്നിരുന്ന 20ഓളം കുളങ്ങളിൽ 16 കുളങ്ങൾക്ക് പെരിന്തൽമണ്ണ നഗരസഭ ഇതിനോടകം പുതുജീവനേകി. നഗരസഭ നവീകരിച്ച 16ാമത്തെ കുളമാണ് 15ാം വാർഡിൽ കോവിലകം പടിയിലുള്ള ചെറുകുളം. ചെളി നിറഞ്ഞ് കാടുമൂടി ആളുകൾ സമീപത്തേക്ക് പോലും ചെല്ലാൻ മടിച്ചിരുന്ന കുളത്തെ 14 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നഗരസഭ നവീകരിച്ചത്. സംരക്ഷണ ഭിത്തി കെട്ടി പടവുകൾ നിർമ്മിച്ച് സദാ തെളിനീര് ലഭ്യമാക്കുന്ന ചെറുകുളത്തെ നഗരസഭാ ചെയർമാൻ പി ഷാജി നാടിന് സമർപ്പിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന നഗരസഭാ ഫണ്ടുകൾ വിനിയോഗിച്ചാണ് നഗരസഭ ഓരോ കുളങ്ങളെയും വീണ്ടെടുക്കുന്നത്. 2.5 കോടി രൂപ ചിലവഴിച്ച് ഇതിനോടകം 13 കുളങ്ങൾ നഗരസഭ വീണ്ടെടുത്തിട്ടുണ്ട്. 2 കുളങ്ങളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഒരു പ്രദേശത്തെ ജലസ്രോതസ്സിനെ വീണ്ടെടുക്കുന്നതിലൂടെ ആ പ്രദേശത്തെ സംസ്കാരം കൂടിയാണ് വീണ്ടെടുക്കപ്പെടുന്നതെന്ന് ചെയർപേഴ്സൺ പി ഷാജി പറയുന്നു. നവീകരിച്ച പൊതുകുളത്തെ സംരക്ഷിക്കാനും അദ്ദേഹം പ്രദേശവാസികളെ ഓർമ്മപ്പെടുത്തി. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു നഗരസഭയിലെ മുഴുവൻ കുളങ്ങളും വീണ്ടെടുക്കുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പദ്ധതിയായിരുന്നു. നഗരസഭയിൽ 20 കുളങ്ങളാണുള്ളത്. ഈ കുളം കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നഗരസഭയിൽ 16 കുളങ്ങൾ നമ്മൾ വീണ്ടെടുത്ത് കഴിഞ്ഞു. അതിനുവേണ്ടി വിവിധ ഏജൻസികളിൽ നിന്നായി അമൃത് പദ്ധതിയിലാണ് നടപ്പാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന നഗരസഭാ വിഹിതങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 2,50,00,000-ലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കുളങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനൊരു പ്രാധാന്യമുണ്ട്. ഇവിടെ നേരത്തെ ഫറുഖൊക്കെ സൂചിപ്പിച്ചു. ഈ കുളങ്ങളൊക്കെ ഒരു കാലത്ത് നമ്മളെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഒരു കുളം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കുളത്തിൽ വെറുതെ ഒരു വർക്ക് നടക്കുകയല്ല. ആ കുളം വീണ്ടെടുക്കുക അവിടുത്തെ സംസ്കാരത്തെ വീണ്ടെടുക്കുകയാണ്, അവിടുത്തെ കൂട്ടായ്മയെ തിരിച്ചു പിടിക്കുകയാണ്, അവിടെയുള്ള കൃഷിക്ക് പുനരുജ്ജീവിപ്പിക്കുകയാണ്. ആ കുളവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട്, അതിനെ വീണ്ടെടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ജലസ്രോതസ്സുകളൊക്കെ മണ്ണിട്ട് തൂർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ നഗരസഭ എല്ലാവർക്കും മാതൃകയായി ഇത്തരം ഒരു വ്യത്യസ്ത പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ കുളത്തിന്റെ ആദ്യത്തെ വിഷ്വല് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് കുളമൊന്നും ആയിട്ട് നമുക്കാർക്കും കാണാൻ വേണ്ടി കഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് തോന്നൂല. അങ്ങനെയുള്ള തന്നെയായിരുന്നു നഗരസഭയിലെ 20 കുളങ്ങളിൽ ബഹുഭൂരിപക്ഷം. ചിലതൊക്കെ തൂർന്നു കിടക്കുകയായിരുന്നു. അതൊക്കെയാണ് നമ്മൾ വീണ്ടെടുത്തത്. ഈ കുളം പ്രത്യേകിച്ചും നമ്മൾ പൊട്ടക്കിണർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാല്ലാതെ ഒരു പേടിയോടൊക്കെ കണ്ടിരുന്ന സ്ഥലമാണ്. അതിനാണ് ഇത്ര മനോഹരമാക്കി മാറ്റിയിട്ടുള്ളത്. ഇതിന് 14 ലക്ഷം രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി അവിടുന്ന് റോഡ് ആക്സസ് ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞതാണ്, ഇനി വരുന്ന ഭരണസമിതികൾക്ക് ഇതിനേക്കാൾ മികച്ചതാക്കി ഇത് മാറ്റാൻ കഴിയും. വാർഡിന്റെ സർവ്വമേഖലകളിലും വികസനം യാഥാർത്ഥ്യമാക്കുമ്പോൾ വാർഡ് കൗൺസിലർ പച്ചീരി ഫാറൂഖ് ചെറുകുളത്തിന്റെ നവീകരണത്തിനും പ്രത്യേകം മുൻതൂക്കം നൽകിയിരുന്നു. ജനങ്ങൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാനായതിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. പുതിയ തലമുറ ഇത് ഉപയോഗിക്കാത്ത ഒരു കാലഘട്ടം വന്നു. പുതിയ കാലഘട്ടത്തിൽ എല്ലാവരുടെയും വീട്ടിൽ കുടിവെള്ളവും അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും എത്തിയത് കാരണം ഈ കുളം തൂർന്ന് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. അത് ഈ ഭരണസമിതിയുടെ ഈ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കുളങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 15ാം വാർഡിലെ ഒരു പൊതുകുളം എന്ന നിലയിൽ ഇത് സംരക്ഷിക്കാൻ കത്ത് കൊടുക്കുകയും ബഹുമാനപ്പെട്ട ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വലിയ പ്രാധാന്യത്തോടു കൂടി അതിന് 14 ലക്ഷം രൂപ അനുവദിച്ച് അതൊന്ന് പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ നിർവഹിച്ചു കഴിഞ്ഞത്.
എന്നെ സംബന്ധിച്ച് അവസാന നാളുകളാണ്, വിട പറയുന്ന ഒരു കൗൺസിലിന്റെ കാലഘട്ടമാണ്. ഏതായാലും ഞാൻ ഇവിടെ മുൻപ് പ്രഖ്യാപിച്ചതുപോലെ ഒരു മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചൊരു ആള് എന്ന നിലയിൽ ഈ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ പൊതുരംഗത്തെ പ്രവർത്തന രംഗത്ത് ഏറ്റവും സന്തോഷം നൽകുന്ന ഈ 5 കൊല്ലക്കാലം അത് ജനങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയവും എനിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഗുണഫലം ഈ പ്രദേശത്ത് ജനങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പൽ ഭരണസമിതി, MLA, MP, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കാം. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ പച്ചീരി ഫാറൂഖ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പെരിന്തൽമണ്ണ നഗരസഭ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ്. അതിലേക്ക് മറ്റൊരു പൊൻതൂവൽ കൂടിയായി ഈ വീണ്ടെടുപ്പിനെ കണക്കാക്കാം. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.